തിരുവനന്തപുരത്തെ മാളിൽ SFI പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മിഥുൻ റോയിക്കെതിരെ ഗുരുതര ആരോപണം. ശംഖുമുഖം മർദ്ദനത്തിൽ നൽകിയ പരാതി പിൻവലിക്കാൻ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ലഹരിക്കേസിൽ പ്രതിയാകുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും SFI മണക്കാട് ലോക്കൽ പ്രസിഡന്റ് ആദർശ് BS ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം മാളിലെ സംഘർഷത്തിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ACPയുടെ റിപ്പോർട്ട്. ഡിസംബർ 31-ന് ശംഖുമുഖത്ത് വെച്ച് നടന്ന പുതുവത്സര പരിപാടിക്കിടെയാണ് SFI പ്രവർത്തകരായ ആദർശ്, സുർജിത്ത്, വിനയ് പ്രകാശ് എന്നിവരെ മിഥുൻ റോയ് അടക്കമുള്ള പോലീസ് സംഘം കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ശംഖുമുഖം ACPക്ക് ആദർശ് പരാതി നൽകി. പിന്നാലെ മിഥുൻ റോയ് ആദർശിനെ ബന്ധപ്പെട്ടു. SI റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപയും മർദ്ദനത്തിൽ തകർന്ന ഫോൺ ശരിയാക്കി തരാമെന്നും വാഗ്ദാനം ചെയ്തു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നറിയിച്ചപ്പോൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയെന്നും ആദർശ് ആരോപിക്കുന്നു. ഞാൻ പറഞ്ഞു, കേസ് പിൻവലിക്കലാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ കേസെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പിൻവലിക്കാൻ എന്തായാലും താല്പര്യമില്ല. പിന്നെ പുള്ളിയുടെ സംസാരം മാറി തുടങ്ങി. പിന്നെ എന്നെ കോളർ പിടിച്ച് വലിച്ച് പിന്നെ കണ്ടോളാമെന്നും ഇനി ഇവിടെ ജീവിക്കാനുള്ളവനാണ്, കൊച്ചു പയ്യനാണ്, ഇനിയും അങ്ങോട്ട് നിനക്ക് കേസില്ല മുന്നോട്ട് പോകണമെങ്കിൽ നല്ലതായിരിക്കും. നിരന്തരം ഭീഷണിയായി. പിന്നെ ലഹരി കേസിലെ കുടുക്കുക ഭീഷണിയായി. എന്നാൽ 1,67,000 രൂപ ആവശ്യപ്പെട്ട് SFI പ്രവർത്തകരാണ് സമീപിച്ചതെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മിഥുൻ പറഞ്ഞു. അതേസമയം മാളിലെ ആക്രമണ പരാതിയിൽ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിൽ വഞ്ചിയൂർ പോലീസിന് വീഴ്ചയില്ലെന്നാണ് കണ്ടെത്തൽ. പരാതിക്കാരുടെ മൊഴി അനുസരിച്ചാണ് കേസെടുത്തതെന്നും മിഥുൻ ഇടിവള ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ തെളിവായുണ്ടെന്നും ഫോർട്ട് ACP തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കും മിഥുനെതിരെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പിൻവലിക്കണമോ എന്നത് തീരുമാനിക്കുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.